എനിക്കുള്ള ഒരു അനുഭവം, ഞാൻ ഒമാനിൽ പോയി 3 മാസത്തെ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ പഴയ പാസ്പോർട്ടാണ്. അപ്പോൾ അതിൽ അന്നൊക്കെ മീശ വരച്ചിട്ടാണ് പാസ്പോർട്ട് പഴയ കാലത്ത് എടുക്കൽ, വയസ്സാകാത്തതുകൊണ്ട്. അപ്പോൾ ആ പഴയ പാസ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങോട്ട് പോയപ്പോൾ പ്രശ്നമൊന്നുമില്ല. തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് നോക്കുമ്പോൾ ഞാനും നോക്കുമ്പോൾ ഒരുപാട് മാറ്റം. കാരണം അതിൽ താടിയൊന്നുമില്ല, ഇതിൽ താടി കാണുന്നുണ്ട്. അങ്ങനെ പോലീസുകാർക്ക് സംശയമായി. അപ്പോൾ എന്നോട് ചോദിച്ച്, സുഡാനിയാണോ അതല്ല വേറെ ഏത് നാട്ടാണ്? ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരനാണെന്നുള്ള രൂപത്തിൽ തന്നെ നിന്ന്. പക്ഷേ അവർക്ക് സംശയം തീരുന്നില്ല. അവരെന്നെ വിളിച്ച് വേറെ റൂമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ റൂമിൽ 2-3 പോലീസുകാർ എന്നെ ചോദ്യം ചെയ്ത് എൻ്റെ പാസ്പോർട്ട് നോക്കും, എന്നെ നോക്കും. എൻ്റെ പാസ്പോർട്ടിൽ ഫോട്ടോ ഞാനുമായൊരു ബന്ധവുമില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുക. ആ സമയത്ത് ഷെയ്ഖുനാക്ക് ഒരു ഫാത്തിഹ ഓതി ഷെയ്ഖുനാനെ മനസ്സിലിങ്ങനെ, കാരണം നമുക്ക് എന്താ അറിയില്ലോ, എയർപോർട്ടിൻ്റെ ഉള്ളിലല്ലേ. ഉടനെ നല്ല അടിപൊളി ഡ്രസ്സിട്ട് ഒരാൾ കയറി വന്ന് സലാം ചൊല്ലി. അപ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാരൊക്കെ നീറ്റ്, ആ പോലീസുകാരെല്ലാം നീറ്റ് നിന്ന് വന്ന ആൾ അത് ജവാസ് എന്നാണ്, പാസ്പോർട്ട് ചോദിക്കുക വലിയ പോലീസുകാരോട്. ആ പാസ്പോർട്ട് അങ്ങ് കൊടുത്ത് എൻ്റെ കൈ പിടിച്ച് നേരെ അങ്ങ് പോയി ഇമിഗ്രേഷൻ്റെ അവിടെ കൊണ്ടുപോയി പാസ്പോർട്ട് അങ്ങ് കൊടുത്ത്. അപ്പം തന്നെ അവർ നോക്കി അടിച്ച് വലിയ ബഹുമാനത്തോടെ തിരിച്ച് കൊടുത്ത് എൻ്റെ കൈയും കൊടുത്ത് പിന്നീട് ഇയാൾ മുന്നോട്ട് പോവുകയാണ്. ആരാ എന്താ അതൊന്നും നമുക്കറിയില്ല. കുറച്ചങ്ങ് ചെന്ന് നമ്മൾ ലിഫ്റ്റ് കയറും, കോണി അങ്ങ് കയറിയുമ്പോൾ കയറി അങ്ങ് എത്തിയപ്പോൾ വിഷമിക്കണ്ടെന്ന് കേട്ടോന്ന്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഷെയ്ഖുനയാണ് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഷെയ്ഖുന ഹാജറാവുന്നു. ഇതൊന്നും സംഭവങ്ങളില്ല. ഇതിനേക്കാളും വലിയ വലിയ അത്ഭുതങ്ങൾ അനുഭവിച്ച ആളുകൾ ഇഷ്ടം പോലെയുണ്ട്.